നമ്മുടെ വീടുകളിൽ അല്ലാഹു നമുക്ക് നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് റബ്ബേ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. അവന്ന് മരിച്ചുപോയവർക്ക് ഖബറിൽ സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ. ആ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മക്കളോട് വിഷമമുണ്ടാവരുതേ റബ്ബേ. അവരുടെ മനസ്സിലെ വിഷമങ്ങളെ നീക്കിക്കളയണേ പടച്ചവനെ. അവരുടെ പൊരുത്തം മക്കൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നു റബ്ബേ, നീ അവർക്ക് കൊടുക്കണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധമായ പള്ളിയിൽ ഒരു മിമ്പറയുണ്ട്. ആ മിമ്പറ ഹബീബായ നബി തങ്ങളുടെ ഷറഫായ 2 കൈകൾ, ആ കൈകളാൽ പുണ്യനബി തങ്ങൾ ആ മിമ്പറ നീക്കി വെച്ചിട്ട് ആ മിമ്പറയിൽ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നു. എന്നിട്ട് ആ സ്വഹാബിയോടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഉഹ്ജുഹും വജിബ്രീലു മഅക്, ഉഹ്ജുഹും വജിബ്രീലു മഅക്, ഉഹ്ജുഹും വജിബ്രീലു മഅക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഷാഇറു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബായ നബി തങ്ങളുടെ ഷാഇറാണ്. ഹബീബിന് വേണ്ടി പാട്ട് പാടുന്ന ആളാണ്. ഹബീബിൻ്റെ മദ്ഹ് പറയുന്ന, ഹബീബിൻ്റെ മൗലിദ് നമ്മൾ പറയുന്ന വാക്കർത്ഥം തന്നെ അതിൻ്റെ ആശയം ഹബീബിൻ്റെ മദ്ഹ് എന്നാണ്. പുണ്യനബി തങ്ങൾക്ക് വേണ്ടി മദ്ഹ് പാടിയിരുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അവരോട് നബി തങ്ങൾ മസ്ജിദുൻ നബവിയിലെ കസേര ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, ഹസ്സാനെ ഇരുന്നോളൂ. ഇസ്ലാമിനെതിരെ, തൗഹീദിനെതിരെ, പുണ്യനബി തങ്ങൾക്കെതിരെ കവിതകളിലും അല്ലാത്ത സാഹിത്യങ്ങളിലും ആക്ഷേപം നടത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മറുപടി ഈ മസ്ജിദിൽ നിന്നാണ് പോകേണ്ടത്. ഹബീബായ തങ്ങൾ ഇരുന്നിരുന്ന ഒരു കസേര, ഒരു മിമ്പർ മഹാനായ ഹസ്സാൻ എന്നവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പറഞ്ഞത്, ഇരുന്നോളൂ ഹസ്സാനെ. ഉഹ്ജുഹും, ശത്രുക്കൾക്ക് മറുപടി കൊടുക്കൂ. നിങ്ങളുടെ കാവ്യഭാഷയിൽ, നിങ്ങളുടെ കവിതകളിൽ, നിങ്ങളുടെ പാട്ടുകളിൽ നിങ്ങൾ ഹബീബായ നബി തങ്ങൾ കൊടുത്ത അംഗീകാരമാണ്, നിർദ്ദേശമാണ്. ഹസ്സാനെ മറുപടി കൊടുത്തോളൂ. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? വജിബ്രീലു മഅക്, നിങ്ങളോടൊപ്പം ജിബ്രീലു അലൈഹിസ്സലാം ഉണ്ട്. ഉഹ്ജുഹും വജിബ്രീലു മഅക്. അതാണ് ഹസ്സാൻ സാബിത്ത് എന്നവിടെ പാട്ട് കേട്ടപ്പോഴേ ബനൂ തമീമിലെ ഒരു നിവേദക സംഘം ഹബീബിന്റെ മുമ്പിൽ വന്ന ചരിത്രമുണ്ട്. ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞ അറാബികൾ, സുബർഖാൻ ഇബ്നു ബദർ ഭയങ്കര കവിയാണ്. നമുക്ക് അതാ സംഭവം ഒന്ന് വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. ആ കവിതൊക്കെ അവർ പറയാ, ഇത് എങ്ങനെ പാടുന്നു, ഞങ്ങളുടെ കവിയൊക്കെ തോറ്റുപോയല്ലോ എന്ന്. ഞങ്ങളുടെ കവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. വഅജ്മലു മിൻക വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ നബിയെ എൻ്റെ കണ്ണുകളാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇനി കാണുകയുമില്ല. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ ഒരു പെണ്ണിനും പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഒരു ന്യൂനതയുമില്ലല്ലോ നബിയേ, ഒന്നുമില്ല. എന്ത് മനോഹരം, എന്ത് മനോഹരം നബിയേ. ത്വിബ്ത ഹയ്യൻ വമയ്യിതാ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്കെന്ത് സുഗന്ധം നബിയേ, വഫാത്തായി കിടക്കുമ്പോഴും അങ്ങേക്കെന്ത് സുഗന്ധം എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എങ്ങനെയാണോ അല്ലാഹു അങ്ങയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണല്ലോ നബിയെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചത്. എന്തൊരു മനോഹരമാണ് നബിയേ.
أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبتحي والحبيب العربي وإذا خطبت فللمنابر هزة تعر الندي وللقلوب بكاء وإذا خطبت فللمنابر هزة تعر الندي وللقلوب بكاء شهد الأنام بصدقه حتى العدا والحق ما شهدت به الأعداء صدقت يا رسول الله صدقت يا حبيب الله صدقت يا خير خلق الله ഹബീബിൻ്റെ പള്ളിയിലേക്ക് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ അതിഥി സയ്യിദും ഷരീഫുമായ സയ്യിദ് കുടുംബത്തിൽ ദിഫായി ഷെയ്ഖ് തങ്ങളവറുകളുടെ പേരക്കുട്ടിയായി ഈ ശുദ്ധ മണ്ണിലേക്ക് നമുക്ക് വലിയൊരു നിധിയായി ലഭിച്ച طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي اللهم صل وسلم وبارك عليه إن شاء الله ബഹുമാനപ്പെട്ടവരെ അല്പസമയം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ബർക്കത്തിന് വേണ്ടി അല്പം സംസാരിക്കും, ദുആ ചെയ്യും. അല്ലാഹു തആല ഈ ഉമ്മത്തിന് പിടിക്കയറായി അള്ളാഹു നൽകുന്നതാണ് സാദാത്യങ്ങൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ സൂഫിയാക്കൾ. അള്ളാഹു അവരുടെയൊക്കെ മദതും അവരുടെയൊക്കെ സുഹ്ബത്തും ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതാണ്. പുണ്യനിബിതങ്ങൾ ഈ ഉമ്മത്തിനെ ബന്ധിപ്പിച്ചത് മഹബ്ബത്തിലൂടെയാണ്, ആ കൈപിടിക്കുന്നതിലൂടെയാണ്. ഇതൊരു സ്നേഹബന്ധമാണ്, റൂഹാനിയായ ആത്മാവിൻ്റെ റൂഹിയായ ഒരു മഹബ്ബത്തിൻ്റെ ബന്ധമാണ്. ആ ബന്ധത്തിൽ അള്ളാഹു നമുക്ക് ഹബീബായ നിബിതങ്ങളുടെ ഷഫാഅത്ത് റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് ബനൂ തമീം ഗോത്രം കടന്നു വരികയാണ്. ഹബീബിൻ്റെ മസ്ജിദ് ഒരുപാട് ധർമ്മങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. വിശുദ്ധമായ ഹബീബിൻ്റെ പള്ളിയിലേക്ക് ഹിജ്റയുടെ 9-ാം വർഷം അല്ലെങ്കിൽ 10, അല്ലമ ഇബ്നു ഇസ്ഹാഖ് എന്നവരും മഹാനായ ഇബ്നു ഹിഷാം എന്നിവരൊക്കെ അവരുടെ താരീഖുകളിൽ വളരെ വിശദമായി വിശദീകരിച്ചൊരു സംഭവമുണ്ട്. വഫ്ദു ബനി തമീം. ബനൂ തമീമുകാർ അറബികളിലെ വലിയ പ്രമാണിമാരാണ്. അവര് വിശുദ്ധ നിബിതങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന സദസ്സിൽ 80ഓളം ആളുകളുണ്ട്. ആ 80-ൽ ഹലീമുൽ അറബ് ഖൈസ് ഇബ്നു ആസിം എന്നിവരുണ്ട് റളിയല്ലാഹു അൻഹു. അവരൊക്കെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഹലീമുൽ അറബ്, അറബ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനിയും ക്ഷമാലുമായിരുന്ന മഹാനായ പുണ്യനിബിതങ്ങളെ കാണാൻ അവർ വരുമ്പോൾ അവരിൽ അറബികളിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, അറബികളുടെ ഏറ്റവും വലിയ പ്രഭാഷകൻ അതാ ഇബ്നു ഹാജിബ് എന്നിവരെ കൂട്ടത്തിലുണ്ട്. അതാ ഇബ്നു ഹാജിബ് ഇബ്നു സുറാറ, അതുപോലെ അംർ ഇബ്നുൽ അഹ്തം എന്നിവർ കൂടെയുണ്ട്. അവരിൽ വലിയൊരു കവിയുണ്ട്
വലിയ ഒരു ഷാഇറുണ്ട്. ആ ഷാഇറിന്റെ പേരാണ് സുബർഖാൻ ഇബ്നു ബദർ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇവരൊക്കെ പുണ്യനബി തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ളുഹർ നിസ്കാരം നടക്കാനിരിക്കുന്നു. ഹബീബായ നബി തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് അൽ മസ്ജിദുൻ നബവിയിലേക്ക് വരാൻ വേണ്ടി ളുഹറിന്റെ വാങ്കിന്റെ സമയം സ്വഹാബിമാർ പുണ്യനബി തങ്ങളെയും കാത്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം ഇവർക്ക് ഇച്ചിരി ക്ഷമ കുറവായിരുന്നു. പുണ്യനബി തങ്ങൾ വരണമെന്നവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്തറുഹും ലാ യഅഖിലൂൻ. ഖുർആൻ ഇടപെടേണ്ടി വന്നു. അവർ വിളിച്ചു പറഞ്ഞു ഹബീബിന്റെ വീടിന്റെ പിന്നിൽ നിന്ന്, യാ മുഹമ്മദു ഖുർജ് ഇലൈനാ, മുഹമ്മദ് നബി തങ്ങളെ ഇറങ്ങി വരണം, പുറത്തേക്ക് വരണം. അങ്ങനെ ഒരു സയ്യിദിനെ പോലും വിളിക്കാൻ പാടില്ല, അദബ് വേണം. പിന്നെന്റെ പുണ്യനബി തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനത് വിഷമമായി. ഖുർആൻ ഇടപെട്ടു അവിടെ. എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിൻ്റെ ഹബീബിനോട് ബഹുമാനം കാണിക്കുകയും ആദരവ് കാണിക്കുകയും അദബ് കാണിക്കുകയും ചെയ്ത് ആരാണോ ഹബീബിന് വേണ്ടി ക്ഷമയോടെ നിൽക്കുന്നത് അവർക്കാണ് അല്ലാഹു തഖ്വ കൊണ്ട് അലങ്കാരം നൽകിയത്, അവരല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ബനൂ തമീം വന്നപ്പോഴാണ് ഈ വിഷയം. അവർ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു, ഇന്ന മദ്ഹനാ ലസൈനുൻ വ ഇന്ന ദമ്മനാ ലശൈനുൻ നഹ്നു അക്റമുൽ അറബ്. നബിയേ, ഞങ്ങൾ അറബികളിലെ പ്രമാണിമാർ, ഞങ്ങളെ പ്രശംസിക്കുന്നത് അഭിമാനമാണ്, ഞങ്ങളെ ചീത്ത പറയുന്നത് മോശമാണ്, ഞങ്ങൾ അറബികളിലെ ഏറ്റവും വലിയ മഹാന്മാരാണ്. പുണ്യനബി തങ്ങൾ അതിന് മറുപടി കൊടുക്കേണ്ടി വന്നു, കദബതും ബൽ മിദ്ഹത്തുല്ലാഹി സൈനു വദമ്മുഹു ശൈൻ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണല്ലോ. അല്ലാഹുവിൻ്റെ മദ്ഹാണ് ഏറ്റവും വലിയ ആനന്ദം, അല്ലാഹുവിൻ്റെ മദ്ഹാണ് ഏറ്റവും വലിയ അലങ്കാരം, അതാണ് അഭിമാനം. അല്ലാഹുവിനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയുന്നതാണ് മോശം. പിന്നെ നിങ്ങൾ പ്രമാണിമാരാണെന്ന് പറയുന്നു.